ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് ടോപ്പിക്ക് 3 സ്മോൾ ബാങ്ക്സ്, പേയ്മെൻറ്റ് ബാങ്ക്സ്, മെർജ് ഓഫ് നാഷണലൈസ്ഡ് ബാങ്ക്സ്, ഈ മൂന്നെണ്ണത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം സ്മോൾ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാങ്കിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് എ ഹോൾ പാക്കേജ്, അതായത് ബാങ്കിങ് സെക്ഷൻ്റെ എല്ലാ പാക്കേജസും അൺറിസർവ്ഡ് സെക്ടറിനെ എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ട് ആ പർപ്പസിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ട ബാങ്കിനെയാണ് നമ്മൾ സ്മോൾ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്മോൾ ബാങ്ക്സ് എന്ന് പറയുന്നത് ഏതൊക്കെ സെക്ഷനിലെ ആൾക്കാർക്കാണ് കൊടുക്കുന്നത്? അതായത് പ്രൊവൈഡ് ബാങ്കിങ് ഫെസിലിറ്റി ടു അൺറിസർവ്ഡ് സെക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ, സപ്ലൈ ടു സ്മോൾ ഫാർമേഴ്സ്, മൈക്രോ ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടറിനൊക്കെ ലോ കോസ്റ്റ് ഓപ്പറേഷൻ വഴി ചെയ്യുന്നതാണ് സ്മോൾ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇനി പേയ്മെൻറ്റ് ബാങ്ക്സ് ഉണ്ട്. പേയ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രേറ്റഡ് ലേബേഴ്സ്, ലോ ഇൻകം ഹൗസ് ഹോൾഡ്, സ്മോൾ ബിസിനസ്, അതർ അൺഓർഗനൈസ്ഡ് സെക്ടർ എൻറ്റിറ്റീസിനെ ലോ വോളിയം ട്രാൻസാക്ഷൻസ്, ഡെപ്പോസിറ്റും പേയ്മെൻറ്റും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് പേയ്മെൻറ്റ് ബാങ്ക്. ഈ മെർജ് ആൻഡ് നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം, നാഷണലൈസ്ഡ് ബാങ്ക് ഇപ്പോൾ മെർജ് ചെയ്തിട്ട് ഇപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കൊക്കെ മെർജ് ചെയ്ത് നമുക്ക് എത്ര വന്നു? 12 ആയി. അതിങ്ങനെ നമുക്കറിയാം സിൻഡിക്കേറ്റ് ബാങ്ക് മെർജ് ചെയ്ത് കാനറ ബാങ്കിലേക്കാണ്, ഇന്ത്യൻ ബാങ്ക് മെർജ് ചെയ്ത് അലഹാബാദ് ബാങ്കാണ്, യൂണിയൻ ബാങ്ക് മെർജ് ചെയ്തത് ആന്ധ്ര ബാങ്ക് ആൻഡ് കോർപ്പറേഷൻ ബാങ്കിൽ ആക്കി മെർജ് ചെയ്തത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മെർജ് ചെയ്തിട്ട് ആന്ധ്ര ബാങ്ക് ആൻഡ് കോർപ്പറേഷൻ ബാങ്ക്, ഇങ്ങനെ ഓരോ ബാങ്കുകൾക്ക് മെർജ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ആ പഠിച്ചതൊക്കെ ഓരോന്നും ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? ബാങ്ക് എന്താന്ന് പറഞ്ഞു അല്ലേ, എന്തിനാണ് ബാങ്ക് എന്ന് പറയുന്നത്, ബാങ്ക് ഇൻട്രൊഡക്ഷൻ, ഇന്ത്യൻ ബാങ്ക് സിസ്റ്റം എങ്ങനെയെന്ന് പറഞ്ഞു, അതിൻ്റെ ഡെഫിനിഷനും മീനിങ്ങും പഠിച്ചു, ബാങ്കിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു, ടൈപ്പ് ഓഫ് ബാങ്ക്സ് പഠിച്ചു, സ്ട്രക്ചർ ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ പഠിച്ചു, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പഠിച്ചു, റോൾ ഓഫ് ബാങ്ക്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അത് വളരെ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ്. സെൻട്രൽ ബാങ്ക് എന്താ, അതിൻ്റെ ഫങ്ഷൻ എന്താ, അതുപോലെ എമർജൻറ്റ് ട്രെൻഡ്സ് ഇൻ ബാങ്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഓവർവ്യൂ ആയിട്ട് നമ്മളോട് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ട് എന്തെങ്കിലും സംശയംസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണമെന്ന് പറയുകയൊക്കെ ആണെങ്കിൽ എന്നെ അറിയിക്കണം. താങ്ക്